ആദ്യമായിട്ട് ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും രണ്ടാമതായി സാക്ഷ്യം പറയാൻ എന്നെ ആൾത്താരെ കയറ്റി നിർത്തി ഈശോയ്ക്ക് ഒത്തിരി നന്ദി. അതിനുവേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ സൈമൺ എന്നാണ്. ഞാൻ 2022 നവംബർ 23 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി റിവീലായതായിരുന്നു. അത് ഞാൻ ഒക്ടോബർ 28 2023 ഒക്ടോബർ 28 നാട്ടിൽ ഇവിടെ ജപമാല റാലി കൂടാൻ വന്നു. എൻ്റെ ഒരു ഹോൾ ബോഡി ചെക്കപ്പിലൂടെ എനിക്ക് 18 സെൻറ്റിമീറ്റർ ഇൻറ്റു 13 സെൻറ്റിമീറ്റർ അത്രയും വലിയൊരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു, ഒവേറിയൻ സിസ്റ്റ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി എനിക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു ഓവറിയിൽ മൊത്തം സിസ്റ്റാണ്, അതുകൊണ്ട് ഇനി ഒത്തിരി ഹോപ്പ് വെക്കണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്തു. ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്ത് അത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, ഓവുലേഷൻ്റെ സൈക്കിളൊക്കെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ഓവുലേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. അപ്പം എൻ്റെ മമ്മി ഓൾറെഡി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ട് മമ്മി ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, ഈശോയാ ഇത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അന്ന് പ്രഗ്നൻസിയുടെ ഹോർമോൺ ടെസ്റ്റിംഗ് കൂടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റിന് എഴുതി തന്നു. ഓപ്പറേഷന് ഞാൻ റെഡിയായിട്ട് നിന്ന സമയത്ത് അതിനൊരു 15 മിനിറ്റ്സ് മുന്നേ എൻ്റെ റിപ്പോർട്ട് വന്നു, എൻ്റെ പ്രഗ്നൻസിയുടെ ഹോർമോൺ ഹയറാണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ പ്രഗ്നൻസി ഞാൻ കൺസീവ് ആവില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഞാൻ ഒരു തവണ ഇവിടെ വന്ന്